ഈ പോക്കോ X7 Pro ആണ് ഈ ഫോൺ വരുന്ന സെഗ്മെന്റിലെ ഏറ്റവും പവർഫുൾ ഫോൺ. അതിനുള്ള കാരണമാണ് ഈ ഫോണിൽ വന്നിരിക്കുന്ന മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 8400 അൾട്രാ ചിപ്സെറ്റ്. 3.25 GHz ആണ് ഈ ഒരു ചിപ്സെറ്റിന്റെ ടോപ്പ് ക്ലോക്ക് സ്പീഡ്. കണ്ടില്ലേ, ഏകദേശം 16 lakhs ആണ് AnTuTu സ്കോർ. അതിനുള്ള കാരണം ഇതിലുള്ള ചിപ്സെറ്റ് മാത്രമല്ല, കൂടെ വന്നിരിക്കുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ LPDDR5X RAM ആൻഡ് UFS 4.0 സ്റ്റോറേജും കൂടിയാണ്. സോ ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല, വളരെ നല്ല റോ പെർഫോമൻസ് ആണ് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നത്. അത് ഗെയിമിങ്ങിന് വേണ്ടി മാത്രമല്ല, ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനും പിന്നെ ആ ഒരു വീഡിയോ പെട്ടെന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കാനും ഈ ഒരു ചിപ്സെറ്റ് സഹായിക്കും. ഞാൻ BGMI കളിച്ച് നോക്കിയിരുന്നു, നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഗ്രാഫിക് സെറ്റിംഗ്സ് എടുത്ത് നോക്കിയപ്പോൾ 60 FPS ആണ് കാണിക്കുന്നത്. ഐ തിങ്ക് പുതിയ ചിപ്സെറ്റ് ആയതുകൊണ്ട് ഇതുവരെ BGMI ഇതിനു വേണ്ടി ഓപ്റ്റിമൈസ് ചെയ്ത് കാണത്തില്ല. എനിവേ പോക്കോ അപ്ഡേറ്റ് വഴി ഇതിന്റെ ഗ്രാഫിക് സെറ്റിംഗ്സിൽ 90 FPS അൺലോക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഈസിലി 90 FPS നല്ല സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്ന ഗെയിമിംഗ് ആണെങ്കിലും ഹെവി പെർഫോമൻസ് കാര്യങ്ങളാണെങ്കിലും ഇത് നീണ്ട സമയത്തേക്ക് ചെയ്യാൻ വേണ്ടി ഈ ഫോണിൽ 6550 mAh മഹാ യമണ്ടൻ ബാറ്ററിയാണ് ഈ ഫോണിൽ ഇട്ട് തന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി നല്ല ഡെൻസ് ബാറ്ററിയാണ്. എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സൈസ് ചെറുതാണെങ്കിലും കൂടുതൽ mAh അല്ലെങ്കിൽ കൂടുതൽ കപ്പാസിറ്റി ഉണ്ടാവും. അതിനുള്ള കാരണമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിലിക്കോൺ കാർബൺ ബാറ്ററി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫോണിന്റെ സൈസ് കണ്ടില്ല, നല്ല സ്ലിം ഫോണാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ഫോണാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, അടിപൊളി ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഈസിലി 1.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും നിങ്ങൾ നോർമലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ. അതിനോടൊപ്പം തന്നെ ബോക്സിൽ 90 വാട്ടിന്റെ ഫ്ലാഷ് ചാർജറും വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ വെരി നൈസ്. മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫോണിൽ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 15 ബേസ് ചെയ്തിട്ടുള്ള HyperOS 2.0 ആണ് വന്നിരിക്കുന്നത്. അതായത് ഈ HyperOS 2.0മായി വരുന്ന ഫസ്റ്റ് ഫോൺ ആണ് ഈ പോക്കോ X7 Pro. ചില പ്രീ ഇൻസ്റ്റാൾഡ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഇതാ കണ്ടില്ലേ വരുന്നുണ്ട്. ഇതെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അനാവശ്യമായ നോട്ടിഫിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ഈ കാണുന്ന ഗെറ്റ് ആപ്സ് ആപ്ലിക്കേഷന്റെ നോട്ടിഫിക്കേഷൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്ക്. പോക്കോ ഈ ഫോണിന്റെ കൂടെ 3 വർഷത്തെ OS അപ്ഡേറ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന മീറ്റിംഗ് ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും അത് ടെക്സ്റ്റിലേക്ക് ആക്കി തരുന്ന AI റെക്കോർഡർ. ഈ ഫോണിലുള്ള നോട്ട്സ് ആപ്ലിക്കേഷനിൽ ഈ കാണുന്ന 4 AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സോ നിങ്ങൾ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിന്റെ സമ്മറി എടുത്ത് തരുന്ന AI സമ്മറി ഫീച്ചർ, അതിന്റെ ലേ ഔട്ട് ഇംപ്രൂവ് ചെയ്ത് തരുന്ന AI ലേ ഔട്ട്, അതിൽ എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് തരുന്ന AI പ്രൂഫ് റീഡിംഗ്, ഈവൻ ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് മറ്റ് ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ഈ ഒരു AI ട്രാൻസ്ലേറ്റ് ഫീച്ചർ ലൈവായിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് തരുന്ന AI ഓൺ കോൾ ഇന്റർപ്രിറ്റേഷൻ ഫീച്ചറും ഇവിടെ വരുന്നുണ്ട്. ഫോണിൽ X ആക്സിസ് ലീനിയർ മോട്ടർ ഉള്ളതുകൊണ്ട് നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. 50 മെഗാപിക്സലിന്റെ സോണി LYT 600 സെൻസറുള്ള മെയിൻ ക്യാമറയാണ് വരുന്നത്. ഈ മെയിൻ ക്യാമറ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടെ ഉള്ളത് 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ആണ്. ഫോണിന്റെ ഫ്രണ്ടിലുള്ളത് 20 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ്. ഫോണിന്റെ ക്യാമറ പെർഫോമൻസ് അത് മെയിൻ ക്യാമറ ആണെങ്കിലും സെൽഫി ക്യാമറ ആണെങ്കിലും ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഓക്കെ ഡീസെന്റ് ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, ഇതൊരു ക്യാമറ സെൻട്രിക് ഫോൺ അല്ല, മറിച്ച് പെർഫോമൻസ് ഓറിയന്റഡ് ഫോണാണ്. എന്നാലും ഈ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ക്യാമറ പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ചും ഹ്യൂമൻ സബ്ജക്റ്റിന്റെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ 2x ഓക്കെ ആണ്. കണ്ടില്ലേ, 2x ഫോട്ടോസ് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ നമ്മൾ 1x ഫോട്ടോ എടുക്കുമ്പോൾ വളരെ ശരാശരി ഔട്ട്പുട്ട് ആണ് എനിക്ക് കിട്ടിയത്. പോക്കോ അപ്ഡേറ്റ് അയച്ചിട്ട് ഇത് ഇംപ്രൂവ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബാക്കി നമ്മൾ പൂക്കളുടെ, ചെടികളുടെ, ബിൽഡിംഗ്സിന്റെ സീനറി ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ ഫോട്ടോസിൽ വലിയ പ്രോബ്ലം ഇല്ല. പിന്നെ ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള 4K at 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സെൽഫി ക്യാമറ വെച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള 1080p 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാം. AI സ്മാർട്ട് ക്ലിപ്പ് ഫീച്ചർ യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ വീഡിയോസ് നിങ്ങൾക്ക് കൂട്ടിച്ചേർത്തിട്ട് ഒരു വ്ളോഗ് പോലത്തെ സെറ്റപ്പ് ഈ ഒരു ഫോൺ ഉണ്ടാക്കി തരും. ഈ AI കട്ടൗട്ട് ഫീച്ചർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഫോട്ടോയിൽ നിന്ന് നിങ്ങളുടെ സബ്ജക്റ്റിന് എങ്ങനെ കട്ടൗട്ട് ചെയ്തെടുക്കാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം, ഈവൻ ബാക്ക്ഗ്രൗണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ AI ഇറേസ് പ്രോ ഫീച്ചർ യൂസ് ചെയ്തിട്ട് അനാവശ്യമായ ഓബ്ജക്ട്സ് ഫോട്ടോസിൽ നിന്ന് എടുത്ത് കളയാം. AI എക്സ്പാൻഷൻ ഫീച്ചർ യൂസ് ചെയ്തിട്ട് ആ ഒരു ഫോട്ടോയുടെ ഫ്രെയിം നിങ്ങൾക്ക് ഇങ്ങനെ AI ഉപയോഗിച്ച് വലുതാക്കാം. ഈ കാണുന്ന AI സ്കൈ ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോട്ടോസിലുള്ള സ്കൈനെ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കാൻ പറ്റും. പോക്കോ ഒരിക്കലും പിശക്ക് കാണിക്കാത്ത ഒരു സെഗ്മെന്റ് ആണ് ഡിസ്പ്ലേ. ഈ ഫോണിലും വളരെ നല്ല ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. അതായത് 6.67 ഇഞ്ച് സൈസ് ഉള്ള 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 120 Hz AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 7 ആയിട്ട് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. 3200 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും 1400 നിറ്റ്സിന്റെ HBM ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും എനിക്ക് ഇനഫ് ആയിട്ട് തോന്നി. 1920 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് ഈ ഒരു ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്പ്ലേക്ക് TUV റൈൻലാൻഡ്, ഫ്ലിക്കർ ഫ്രീ സർട്ടിഫിക്കേഷൻ, ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കണ്ണുകൾക്ക് കൂടുതൽ സ്ട്രെസ് കൊടുക്കാത്ത ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ ഈ ഡിസ്പ്ലേ ഡോൾബി വിഷൻ സർട്ടിഫൈഡ് ആണ്. ഈവൻ നെറ്റ്ഫ്ലിക്സിലും കണ്ടില്ലേ ഡോൾബി വിഷൻ വീഡിയോസ് കാണാൻ പറ്റും. പിന്നെ വെറ്റ് ടച്ച് 2.0 ഫീച്ചർ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നനവുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്പ്ലേയിൽ വെള്ളത്തിന്റെ തുള്ളികളൊക്കെ കിടപ്പുണ്ടെങ്കിലും
നിങ്ങൾക്ക് ഈസിലി ടൈപ്പ് ചെയ്യാൻ പറ്റും. അതായത് മഴയത്തൊക്കെ നിങ്ങൾക്ക് ഈസിലി ടൈപ്പ് ചെയ്യാൻ പറ്റും. വലിയ ഇഷ്യൂ ഇല്ലാതെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഡോൾബി ആറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പോക്കോ X7 Pro ഈ കാണുന്ന ഡ്യുവൽ ടോൺ വീഗൻ ലെതർ ഫിനിഷിലാണ് വരുന്നത്. ഞാൻ ബാറ്ററിയുടെ സെഗ്മെന്റിൽ പറഞ്ഞതുപോലെ വീണ്ടും പറയുകയാണ് ഇവിടെ. അതായത് ഇത്രയും വലിയ ബാറ്ററി ഉണ്ടായിട്ട് നല്ല സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ഫോണാണ്. 190 gram ആണ് വെയിറ്റ്, 8.4 mm ആണ് തിക്നെസ്. പിന്നെ ഈ ഫോൺ IP66, 68 and 69 റേറ്റിംഗുമായാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഈസിലി വെള്ളത്തിൽ മുക്കിയെടുക്കാം. ഈവൻ വെള്ളം നല്ല ഫോഴ്സിൽ വീഴുന്നുണ്ടെങ്കിലും ഫോൺ സേഫ് ആയിരിക്കും. ഫോണിന് ചുറ്റുമുള്ള ഫ്രെയിം നോക്കിയാൽ ഫ്ലാറ്റ് ഫ്രെയിം ആൻഡ് ബോക്സ് ഡിസൈനിലാണ് ഈ ഫോൺ വരുന്നത്. നെബ്യൂല ഗ്രീൻ, ഒബ്സിഡിയൻ ബ്ലാക്ക് ആൻഡ് പോക്കോ യെല്ലോ ആണ് 3 കളർ ഓപ്ഷൻസ്. Wi-Fi 6 ആൻഡ് ബ്ലൂടൂത്ത് 5.4 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ NFC ഉണ്ട്, സോ നിങ്ങൾക്ക് ഈസിലി ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ടിവിയും AC കൺട്രോൾ ചെയ്യാൻ വേണ്ടി IR ബ്ലാസ്റ്ററും പിന്നെ റിമോട്ട് ആപ്ലിക്കേഷനൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഈ പോക്കോ X7 Proയുടെ പ്രൈസ് പറയുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് ഇതിന്റെ കൂടെ പോക്കോ ലോഞ്ച് ചെയ്ത ഈ പോക്കോ X7ന്റെ ഡീറ്റെയിൽസും ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഫോണിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പോക്കോ X7 Pro ഒരു പെർഫോമൻസ് ബേസ്ഡ് ഫോൺ ആണെങ്കിൽ ഈ പോക്കോ X7 ഒരു ഓൾറൗണ്ട് പാക്കേജ് ആണ്. ഈ ഫോണും IP66, 68 and 69 റേറ്റിംഗുമായാണ് വരുന്നത്. അതായത് ഈ ഫോണും നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയെടുക്കാൻ പറ്റും. ഈവൻ ഹൈ സ്പീഡിൽ വരുന്ന വാട്ടർ ജെറ്റും ഈ ഫോണിന് താങ്ങാൻ പറ്റും. പോക്കോ യെല്ലോ, ഗ്ലേഷ്യർ ഗ്രീൻ ആൻഡ് സെറാമിക് സിൽവർ ആണ് ഈ ഫോണിന്റെ 3 കളർ ഓപ്ഷൻസ്. ഫോണിന്റെ ബാക്കിൽ പ്ലാസ്റ്റിക്കിന്റെ ബിൽഡ് ആണെങ്കിലും ഈ ഫോണിന്റെ ഉള്ളിൽ റീഇൻഫോഴ്സ്ഡ് പോളിമർ ബഫർ ആണ് തന്നിരിക്കുന്നത്. അതായത് കുഷനിങ് തന്നിട്ടുണ്ട്. ഫോണിന്റെ കോർണേഴ്സ് ആണെങ്കിലും ഉള്ളിലാണെങ്കിലും സ്പെഷ്യൽ കുഷനിങ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഫോണിന്റെ മെയിൻ ബോർഡ് ഉണ്ടല്ലോ, അകത്തുള്ള മെയിൻ ബോർഡ്, അതിന് ചുറ്റും റീഇൻഫോഴ്സ്ഡ് സ്റ്റീലിന്റെ ഒരു ലെയർ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഫോൺ നമ്മളിങ്ങനെ താഴെ ഇട്ടാലും നോ പ്രോബ്ലം. ഇതാ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മനഃപൂർവ്വം എറിഞ്ഞു കളിക്കരുത്. നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ അറിയാതെ താഴെ പോയാൽ സേഫ് ആയിരിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻസ് ഒക്കെ തന്നിരിക്കുന്നത്. ഡിസ്പ്ലേക്ക് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ആണ് തന്നിരിക്കുന്നത്. സോ ഡിസ്പ്ലേയും അത്യാവശ്യം സ്ട്രോങ് ആണ്. 1.5K റെസൊല്യൂഷൻ ഉള്ള 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിന്റെ ഡിസ്പ്ലേയും 3000 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആൻഡ് 1200 nitsന്റെ HBM ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇൻഡോർ ഔട്ട്ഡോർ യൂസിന് വേണ്ടി ഓക്കെ ആണ്, നോ ഇഷ്യൂസ്. ഇവിടെയും ആ ഒരു 1920 Hzന്റെ PWM ഡിമ്മിംഗ് വരുന്നുണ്ട്. ഈ ഡിസ്പ്ലേയും TUV റൈൻലൈൻ ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷൻ ആൻഡ് ഫ്ലിക്കർ ഫ്രീ സർട്ടിഫിക്കേഷനുമായാണ് വരുന്നത്. ഈ ഫോണും ഡോൾബി വിഷൻ സർട്ടിഫൈഡ് ആണ്. പിന്നെ ആ വെറ്റ് ടച്ച് 2.0 ഫീച്ചർ വരുന്നുണ്ട്. ഈ ഫോണിലും ഡോൾബി ആറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നിട്ടുണ്ട്. MediaTekന്റെ Dimensity 7300 അൾട്രാ ചിപ്സെറ്റ് ആണ് ഈ ഫോണിൽ വരുന്നത്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ പ്രൈസിലേക്ക് വരാം, നോക്കി അവസാനം രണ്ടിന്റെയും പ്രൈസ് ഷെയർ ചെയ്യാം. എന്നാൽ ഈ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഡീസന്റ് ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. BGMI 60 FPS അൺലോക്ഡ് ആയി വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് 60 FPS BGMI ഗെയിമിംഗ് ചെയ്യാൻ പറ്റും. ഈ ഫോണിൽ ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 ആണ് വരുന്നത് വിത്ത് HyperOS 1. പോക്കോ ഈ ഫോണിനും 3 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റിന്റെ പ്രോമിസ് തന്നിട്ടുണ്ട്. X ആക്സിസ് ലീനിയർ മോട്ടർ ഉള്ളതുകൊണ്ട് ഇവിടെയും നല്ല ക്വാളിറ്റി ഉള്ള ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നമ്മൾ പോക്കോ X7 Proയിൽ കണ്ട അതേ ക്യാമറ സെറ്റപ്പ് ആണ് ഇവിടെയും വരുന്നത്. ഒരു എക്സ്ട്രാ 2 മെഗാപിക്സൽ മാക്രോ തന്നിട്ടുണ്ട്. സെൽഫി ക്യാമറയും സെയിം ആണ്, 20 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഞാൻ ക്യാമറ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ക്യാമറ പെർഫോമൻസ് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അത്യാവശ്യം ഡീറ്റെയിൽസ് ഉണ്ട്, ഈവൻ സ്കിൻ ടോൺ കാര്യങ്ങളും ഒക്കെ നല്ലതാണ്. പിന്നെ ഇതിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഈ ഫോണിന്റെ റിയർ ക്യാമറ വെച്ച് നമുക്ക് മാക്സിമം ഇത്തരത്തിലുള്ള 4K at 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ സെയിം 1080p at 30 FPS ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. AI ഇറേസ് ഫീച്ചർ യൂസ് ചെയ്തിട്ട് അനാവശ്യമായ ഓബ്ജക്ട്സ് ഫോട്ടോസ് എടുത്ത് കളയാം. AI സ്കൈ ഫീച്ചർ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. 5500 mAh വലിയ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ബോക്സിൽ 45 വാട്ടിന്റെ ഫ്ലാഷ് ചാർജറും വരുന്നുണ്ട്. സോ പ്രൈസിങ് പോക്കോ X7 Proയുടെ സ്റ്റാർട്ടിംഗ് ഓഫർ പ്രൈസ് ആണ് 24,999 രൂപ. അതായത് നിങ്ങളുടെ കയ്യിൽ ICICI, SBI അല്ലെങ്കിൽ HDFC ബാങ്കുകളുടെ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2000 rupees ഓഫ് കിട്ടും. 14th January 12 മണിക്കാണ് ഫസ്റ്റ് സെയിൽ ഡേറ്റ്. പോക്കോ X7ന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 19,999 രൂപ. ഇവിടെയും സെയിം ICICI, SBI അല്ലെങ്കിൽ HDFC കാർഡിൽ 2000 rupeesന്റെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് കിട്ടും. ഈ ഫോണിന്റെ ഫസ്റ്റ് സെയിൽ ഡേറ്റ് ആണ് January 17, 12 മണി. പോക്കോ X7 Pro ആൻഡ് പോക്കോ X7 ഈ രണ്ട് ഫോൺസിന്റെയും പ്രൈസിംഗ് ആൻഡ് ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് ആ ഫോണിന്റെ പേരും താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് Mr. Perfect signing off. Bye-bye.